നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പണിയെന്ന് പറയുന്നത് നമ്മുടെ കോന്നി എലിയറക്കലാണ്. എലിയറക്കൽ ബിലിവേഴ്സ് ആശുപത്രിയോട് ചേർന്ന് തന്നെ ഒരു 3 മൂട് തെങ്ങ്, അത്യാവശ്യം തേങ്ങയും ഒക്കെ ഉള്ള തെങ്ങാണ്. അപ്പോൾ അവിടെ ഈ തെങ്ങ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥാപനം വരാൻ പോവുകയാണ്. ഒരു ഷവർമ, മന്തി എല്ലാം കൂടെ കിട്ടുന്ന ഒരു സ്ഥാപനം വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കുന്ന 3 മുറിച്ച് കളയേണ്ടതായിട്ടുണ്ട്. നിറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, പക്ഷേ അത് മുറിച്ച് മാറ്റിയേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള തെങ്ങ് മുറിക്കുന്ന സമയത്ത്, മുൻപുള്ള സമയത്ത് നമ്മൾ ഈ മുറിക്കുന്ന വീഡിയോ ഇടുന്ന സമയത്ത് കുറേ ആളുകൾ വന്ന് ഭയങ്കര കുറ്റം പറയുന്ന കേൾക്കണം, ചീത്തവിളിയും കാര്യങ്ങളും ഒക്കെ. ചിലപ്പോൾ നമ്മളത് മുറിക്കുന്ന അവരുടെ വീടിൻ്റെ മണ്ടയിലോട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർ വീട് വെക്കുന്നതുകൊണ്ടായിരിക്കാം, ഇല്ല തേങ്ങ പൊഴിഞ്ഞ് വീണ് അപകടം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഈ കിടന്ന് കുറ്റം പറയുന്നവരുടെ വീട്ടിലാണെങ്കിലും അവൻ മുറിക്കേണ്ട അവസ്ഥ വന്നാൽ അവരത് മുറിച്ച് മാറ്റും. കഴിഞ്ഞ ദിവസം ഒരു പേട്ട് പിടിച്ച കൊച്ചാട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് ഈ തടി മുറിച്ചോ മുടിഞ്ഞു പോകുമെന്നൊക്കെ. അവന് ആ കിളവനിരുന്ന് പറയുന്നതെന്ന് വെച്ചാൽ തടിയും കൊണ്ടുണ്ടാക്കിയ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കുറേ പ്രകൃതി സ്നേഹികൾ എറണാകുളത്തും അവിടെ ഇവിടെ ഫ്ലാറ്റും നികത്തിയിട്ട്, ഫ്ലാറ്റും നികത്തിയല്ല കണ്ടം നികത്തിയിട്ട് അതിൻ്റെ അകത്ത് ഫ്ലാറ്റും പണിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ടാണ് ഇവരുടെ പ്രകൃതി സ്നേഹം. അവർക്ക് അവരുടെ സേഫ് അവിടെ നിൽക്കുന്ന മരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അവരുടെ വീട്ടിലാണെങ്കിലും അവരത് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലാണെങ്കിൽ അവരത് മുറിച്ച് മാറ്റും. അതിൻ്റെ അകത്തൊന്നും കുറ്റമില്ല. കൊടുത്ത കാശ് കിട്ടുന്ന മരമാണെങ്കിൽ അവർ കൊടുത്ത് കാശും വാങ്ങിക്കും. പക്ഷേ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇരുന്നിട്ട് ഭയങ്കര പ്രകൃതി സ്നേഹവും ഭയങ്കര കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ആദ്യത്തെ തെങ്ങ കയറി, അപ്പോൾ അതിൻ്റെ ഓലയെല്ലാം വെട്ടി അതിൻ്റെ ഒരു ഇടയടിച്ച് ഒരു ഇടയും കൂടെ അടിക്കണം. അപ്പോൾ കയറ് നമ്മൾ കൊണ്ടുപോകാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ കൂടെയുള്ള സാറന്മാർ ഏറോടേറാണ്. 1 മണിക്കൂർ നിന്ന് എല്ലാവരും കൂടെ എറിഞ്ഞ് എന്തോ പറയാനാ, എൻ്റെ അരമ്പി വരും തിരിച്ചു പോകും, ഇറമ്പി വരും തിരിച്ചു പോകും. ലാസ്റ്റ് വിളക്കം വന്നിട്ട് എറിഞ്ഞ് വിളക്ക് കത്തിച്ചു ഉണക്ക് എങ്ങാണ്ട് പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ താഴെ ഇറങ്ങി വാങ്ങിച്ചിട്ട് കെട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇതിലും അത്യാവശ്യം തേങ്ങയുണ്ട്, പക്ഷേ അവിടെ ഒരു സ്ഥാപനം വരുവാണ്. അവർക്കത് സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലല്ല അവരുടെ ബിൽഡിങ് അവിടെ പണിയാൻ പോകുന്നത്. പിന്നീടുള്ള മെയിൻ്റനൻസിനും കാര്യത്തിനും ഒന്നും ആളെ കിട്ടാത്ത ഒരവസ്ഥ വരും. കാരണം ഇപ്പോൾ ആൾക്കാർ പറയൂ നെറ്റ് ഇടായിരുന്നു. ആ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നെറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് മാറ്റണം, ആ മേളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അന്നേരം സമയത്തൊന്നും ആളെ കിട്ടിയെന്ന് വരത്തില്ല. പഴുത്ത ഓല മോഡൽ ഉണ്ടെങ്കിൽ അത് വെട്ടി കളയണം. അന്നേരം ഒന്നും സമയത്തൊന്നും ആളെ കിട്ടിയെന്ന് വരത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അത് ഇടയ്ക്ക് എങ്ങനെ ആ തെങ്ങ ഉണങ്ങിപ്പോയാലും എന്തോ ചെയ്യും, അത് പിന്നീട് മുറിച്ച് മാറ്റാൻ അതിനെക്കാട്ടി പാട്. അപ്പോൾ എൻ്റെ മിക്കവാറുമുള്ള പോസ്റ്റിന് ചില ആളുകൾ വന്നിരുന്ന് ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നത് കാണാം. ഇടയിൽ ഒരു തേക്കാന്നേലും ആഞ്ഞിലി ആണെങ്കിലും മഹാണി ആണെങ്കിലും അതൊരു സമയമുണ്ട്. അതിനപ്പുറത്ത് നിർത്തി കഴിഞ്ഞാൽ അത് ഉണങ്ങി പോവും, ഇല്ല കേടുവരും, പിന്നെ കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല. ഇപ്പുറത്ത് ഈ പ്രകൃതി സ്നേഹം പറയുന്നതിൻ്റെ മണ്ടയിലോട്ടായിരിക്കും അത് ഒടിഞ്ഞു വീഴുന്നത്. അവർക്ക് അതൊന്നും പ്രശ്നമൊന്നുമല്ല, എന്നാലും അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത തെങ്ങ പോയപ്പോഴും അവസ്ഥ ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ കറക്റ്റ് ഒന്ന് എറിഞ്ഞു തരുന്ന ഇത് കണ്ടില്ലേ, എത്ര ഏറെ എറിയുന്നത്. ഇതെന്തുമല്ല ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ കാലെ തന്നെ അത് കുരുങ്ങി, അതുകൊണ്ട് അതെടുക്കാൻ പറ്റി. അപ്പോൾ ഈ തെങ്ങിലായിരുന്നു നിറച്ച് തേങ്ങ. ഇന്ന് ഇവന്മാർ ചാക്കും കൊണ്ടൊന്നൊക്കെ വന്നേക്കുന്നത്, തേങ്ങ പറിക്കൊണ്ട് പോയി. ഉണ്ണിയോട് കയറാൻ പറഞ്ഞപ്പോൾ അവന് കിടുതാ പോകുമെന്നും പറഞ്ഞിട്ട് അവൻ കയറിയില്ല. അവൻ പക്ഷേ തേങ്ങ മൊത്തം പറക്കി അവൻ ചാക്കിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊന്നും മോശമൊന്നുമില്ല. അങ്ങനെ രണ്ടാമത്തെ തെങ്ങ് ഒരു മുറി വെച്ച് കണ്ടില്ലേ. അപ്പം നമ്മുടെ കരാറെന്ന് പറഞ്ഞാൽ നമ്മളത് മുറിച്ചിട്ട് അവിടെ ക്ലിയറാക്കി കൊടുക്കാമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരിടത്ത് തേക്ക് മുറിച്ചിട്ടാണ് വന്നത്. അപ്പോൾ മനുഷ്യനൊക്കെ ഇച്ചിരി വാത്തല മൂർച്ച കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് രാഗി വാത്തല വരുത്തി. അപ്പോൾ ഉണ്ണി അത് കണ്ടിച്ച് ചെറിയ പീസാക്കി, വിഷ്ണു അവർ രണ്ടും കൂടെ അത് പീസാക്കിയിട്ട് അത് പറക്കി താഴെ കളഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ അപ്പുറത്ത് ഒരു ഹിന്ദിക്കാരൻ പയ്യനുണ്ടായിരുന്നു. അവനോട് ഇരുന്ന് JCB ടിപ്പറൊക്കെ കച്ചവടമായിരുന്നു. നമ്മൾ ഒരു ഹിറ്റാച്ചിക്ക് വില പറഞ്ഞ് നോക്കി, പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല. ഭയങ്കര വിലയാണ് അവൻ ചോദിക്കുന്നത്, 800 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് ഹിറ്റാച്ചി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം ഈ തടി പണിക്കൊക്കെ പോകുമ്പോൾ തടിയെടുക്കാനും മറിച്ചിടാനും ഒക്കെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഉണ്ട് ഇപ്പോൾ ഇവർ പറക്കൊണ്ട് വന്ന സ്ഥാനത്ത് ആ ഹിറ്റാച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഹിറ്റാച്ചി വെച്ച് പറക്കി കളയായിരുന്നു. അപ്പോൾ അവൻ ഭയങ്കര വില ചോദിച്ചുകൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവർ സ്വയം ഹിറ്റാച്ചിയായിട്ട് മാറി. നമുക്ക് വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പം നോക്കാം. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ പോസ്റ്റിന് വന്ന് കുറ്റം പറയുന്നവർ ദയവായിട്ട് എന്തോത്തേൽ ഇരുന്നിട്ടാണോ, നിങ്ങളുടെ വീടിൻ്റെ കട്ടലയും ചെല്ലും എന്തുവാണെന്നോ, നിങ്ങൾ
ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് പെൻസിൽ ഉൾപ്പെടെ ഇതുപോലൊക്കെ മുറിക്കുന്ന മരങ്ങളാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി, അല്ലാതെ 10 പേരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി കമൻറ്റ് വിട്ടുകൊണ്ട് വരരുത്. എത്ര പറയാനുള്ളൂ. ഉണ്ണി ക്ഷീണം കൊണ്ട് കരിക്കൊക്കെ കുടിച്ച് ഇന്ന് അവന് തേങ്ങ ഇത്രയും കണ്ടതിൻ്റെ സന്തോഷമാണ്. ഉണ്ടോ? വിഷ്ണു പറയുക, നീ എന്തോ ചെയ്തിട്ടാടാ കുടിക്കുന്നത്? കണ്ടോ? ഹിന്ദിക്കാച്ചാൽ അവൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാരാണ്, ഇഷ്ടം പോലെ. ടിപ്പറിനൊക്കെ ആൾക്കാർ കൂടുതൽ. കണ്ടോ? ഉണ്ണി പഴയ അവസ്ഥ തന്നെ എന്തോ ഒരു ചാക്ക് കൊണ്ട് പോയിട്ട് അടുത്ത വണ്ടി പോകാൻ പറഞ്ഞു, കൊല വെട്ടണമെന്ന് പറഞ്ഞു. എടുത്തോണ്ട് വാട ഇങ്ങോട്ട് എടുത്തോണ്ട് ചാക്ക് കൊണ്ട് പറക്കി എടുത്താൽ മതി. എനിക്ക് ചാക്ക് എടുത്തോണ്ട് പോയി പറക്കൊണ്ടോ മൊത്തം ചെല്ല് ഓണം അടിപിടുന്ന തൊലിക്കാതെ അവിടെ പോയി എടാ ചെല്ലടാ വിഷുവേ. 2-3 കൊലയൊന്നും എടുത്തോണ്ടാണ് എനിക്ക് വൈകിട്ട് അക്കൗണ്ടിൽ കൊണ്ട് പറഞ്ഞ് കൊല പറിച്ചോണ്ട് താങ്കൾക്ക് അതിനോട് ക്ലൂ അറിയിക്കണേ. ഏതോ ഒരു പെണ്ണ് വന്ന് ചിരിച്ചു കാണിച്ചില്ല, അതിന്റെ വിഷമോ. ആണല്ലോ. ഓക്കെ.